പണ്ട് പണ്ട് ഒരിടത്ത് മനോഹരമായ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ നിരവധി മൃഗങ്ങൾ താമസിച്ചിരുന്നു. മടിയനായ ഒരു സിംഹമായിരുന്നു ആ കാട്ടിലെ രാജാവ്. സിംഹം തനിക്ക് മതിയാവുവോളം മൃഗങ്ങളെ വേട്ടയാടി സുഖമായി ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ പ്രായമാകുന്തോറും സിംഹത്തിന് മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാൻ വളരെ പ്രയാസപ്പെടേണ്ടതായി വന്നു. പലപ്പോഴും മറ്റു മൃഗങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിയാതെയായി. അവിടെ നിൽക്കൂ, എനിക്ക് വിശക്കുന്നു, എനിക്ക് പേടിയാവുന്നു, ഞാൻ പോവാ. അനുസരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഇവിടെ വാ. ഇല്ല ഇല്ല, ഞാനില്ല, എനിക്ക് വീട്ടിൽ പോണം. ഇനി എന്ത് ചെയ്യും? എന്റെ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാവും. ഓടി തോപ്പിക്കാൻ പറ്റില്ലെന്ന് ആരും അറിയരുത്. മടിയനായ ആ സിംഹം ഒരു ബുദ്ധി പ്രയോഗിച്ചു. അതിനായി ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, അടുത്ത് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് എന്തിനാ? ഞങ്ങളെ പിടിച്ച് തിന്നാനല്ലേ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞനുസരിച്ച് നിങ്ങൾക്ക് കൊള്ളാം. ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? ഇനി മുതൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു മൃഗത്തിനെ മാത്രം ഭക്ഷിക്കുള്ളൂ. അതാരാന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് എന്റെ ഗുഹയിൽ വരണോ? ഞങ്ങൾക്ക് മരിക്കണ്ട, ഞങ്ങൾ വരില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഞാൻ പിടിച്ചിരുന്നു. സിംഹത്തിൻ്റെ വാക്കുകൾ കേട്ട് മൃഗങ്ങൾ പേടിയോടെ പരസ്പരം നോക്കി. അവർ എല്ലാവരും കൂടി ആലോചിച്ചു. സിംഹത്തിനെ എതിർക്കാനുള്ള ധൈര്യം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് സിംഹത്തിനെ അനുസരിക്കുകയല്ലാതെ മറ്റു പോംവഴി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിംഹം പറഞ്ഞത് എല്ലാ മൃഗങ്ങളും അനുസരിക്കാൻ തീരുമാനിച്ചു. അവർ ഓരോ ദിവസം ഓരോ മൃഗങ്ങളെ വീതം സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ആഹാരമായി അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ മുയലുകളുടെ ഊഴമായി. മുയലുകളെല്ലാം ഒത്തുകൂടി. സിംഹത്തിനെ അനുസരിക്കാതിരിക്കാനുള്ള ധൈര്യം അവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പേടിയാവണോ? നമുക്ക് അടുത്ത കാട്ടിലേക്ക് ഓടിപ്പോയാലോ? നമ്മളെങ്ങനെ രക്ഷപ്പെടും? കൂട്ടായെ, ഇങ്ങനെ വെച്ചാലോ? നിനക്ക് ധൈര്യമുണ്ടോ സിംഹത്തിന്റെ മുന്നിൽ പോകാൻ? സിംഹം ഭയങ്കര സത്യമാനല്ലേ? ബുദ്ധി ഉണ്ടെങ്കിൽ ഏതൊക്കെ കൊമ്പനെ താഴെ വച്ചിക്കാം. സിംഹത്തിന്റെ അകത്തേക്ക് നാം പൊക്കോളാം. അവൻ തൻ്റെ സുഹൃത്തുക്കളോട് യാത്ര ചോദിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് തിരിച്ചു. പോകും വഴി മുയൽ മനസ്സിൽ കരുതി, അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സ്വന്തം ജീവൻ ബലി കഴിപ്പിക്കുന്നത്? പക്ഷേ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് പോകാതിരിക്കാനും കഴിയില്ല. അത് മറ്റു മൃഗങ്ങൾക്കും ആപത്താണ്. ഏതു വിധേനയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ബുദ്ധിമാനായ മുയൽ അതിനായി ഒരു പദ്ധതി തയ്യാറാക്കി. തൻ്റെ പദ്ധതി നടപ്പാക്കുന്നതിനായി മുയൽ വളരെ വൈകിയാണ് സിംഹത്തിൻ്റെ ഗുഹയിൽ എത്തിച്ചേർന്നത്. പതിവിലും വളരെ വൈകിയിട്ടും തൻ്റെ ഭക്ഷണം ആകേണ്ട മൃഗം എത്താതിരുന്നതിനാൽ കാത്തിരുന്ന സിംഹത്തിൻ്റെ കോപം ഇരട്ടിച്ചു. ക്ഷമ നശിച്ചു. ഇതെന്താണ്? ആരും ഇതുവരെ എത്തിയില്ലല്ലോ. സമയം വൈകി, വിശന്നിട്ട് വയ്യ.
ഇത്ര വൈകിയത്? എനിക്ക് എത്ര ധൈര്യമോ? മാമ അപ്പുയ വൈകിയതല്ല, ഞാൻ നേരത്തെ ഇറങ്ങിയതാ. പക്ഷേ വൈകിയൊരു താസം ഉണ്ടായി. എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട, വേഗം വാ. വിശന്നാൽ എനിക്ക് ദേഷ്യം കൊടുക്കേട്ടോ. ഞാൻ വന്ന വഴിക്കൊരു മറ്റൊരു സിംഹത്തിനെ കണ്ടു. വലിയ ശക്തിയുള്ള സിംഹം. എന്ത്, ഈ കാട്ടിൽ ഞാൻ ഇല്ലാതെ മറ്റൊരു സിംഹനോ? ഈ കാട്ടിൽ അതിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പേ ഞാൻ ഇതുവരെ കാട്ടിൽ കണ്ടിട്ടില്ല. ആ സിംഹത്തിന് പകയ ശക്തിയും പിന്നെ വേപ്പമുണ്ട്. നീ എവിടെ വെച്ചാ എന്നെ കണ്ടത്? എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാമോ? പിന്നെന്താ, കുറച്ച് ദൂരെ ആ ഭാഗത്താ. അത് സാരമില്ല, നീ എത്ര വേഗം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ സിംഹവും മുയലും കൂടി യാത്രയായി. കുറച്ച് ദൂരെ ആഴമുള്ള ഒരു വലിയ കിണറുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്കാണ് മുയൽ സിംഹത്തിനെ കൊണ്ടുപോയത്. ഞാൻ ആ കിണറ്റിൻ്റെ അകത്താണ് സിംഹത്തിനെ കണ്ടത്. എനിക്ക് പേടിയാ, ഞാനിവിടെ ഇരിക്കാം. മുയലിൻ്റെ വാക്ക് വിശ്വസിച്ച സിംഹം മറ്റൊന്നും ചിന്തിക്കാതെ ആ കിണറ്റിനരികിലേക്ക് പോയി. എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കിയ സിംഹം ഞെട്ടിപ്പോയി. കിണറ്റിനുള്ളിൽ തന്നെ പോലെ മറ്റൊരു സിംഹം നിൽക്കുന്നു. തൻ്റെ പ്രതിബിംബമാണെന്ന് സിംഹത്തിന് മനസ്സിലായില്ല. സിംഹത്തിന് കോപം ഇരട്ടിച്ചു. ദേഷ്യത്തോടെ കിണറ്റിലേക്ക് നോക്കി അലറാൻ തുടങ്ങി. തിരിച്ച് കിണറ്റിനുള്ളിൽ നിന്നും ഒരലർച്ച കേട്ടു. തിരിച്ചു കേട്ട ശബ്ദം തൻ്റെ പ്രതിധ്വനിയാണെന്ന് മനസ്സിലാകാത്ത സിംഹത്തിന് തൻ്റെ കോപം അടക്കാനായില്ല. സൂത്രശാലിയായ മുയലിൻ്റെ കെണിയിൽ വീണ സിംഹം ഉടൻ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ തൻ്റെ ശത്രുവിനെ വകവരുത്താനായി ആ കിണറ്റിലേക്ക് എടുത്തു ചാടി തൻ്റെ ജീവനും നഷ്ടപ്പെടുത്തി. കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാവർക്കും സമാധാനമായി. മുയലിൻ്റെ ബുദ്ധിശക്തിയെ എല്ലാവരും പുകഴ്ത്തി സന്തോഷത്തോടെ ജീവിച്ചു.